വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഗൈസ് ഇൻട്രോ പറയണം, പെട്ടെന്ന് ഇറങ്ങി പോകാന്ന് പറഞ്ഞപ്പോൾ എടുത്തുമ്പോൾ വേഗം ആത്തു പോയി ഡ്രസ്സൊക്കെ അല്ല ഇവര് ഒരു ഒറ്റപ്പാലം വരെ പോയേക്കുമായിരുന്നു ഒരു ഷൂട്ടിന്. അത് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വിഷു ആണ് നാളെ. അപ്പോൾ വിഷുവിൻ്റെ അന്ന് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞു അടയൊക്കെ ഉണ്ടാക്കും, സദ്യയൊക്കെ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ വിഷുവിന് നാളെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വിഷുവിന് അട ഉണ്ടാക്കുന്ന ഇല പറിക്കണം. അപ്പോൾ അതിന് എന്തോ ഭാഗ്യവശാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് പറമ്പിൽ ആ ഇലയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഇത് ചാടിക്കിടക്കല്ലേ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ചാടിക്കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ. ദേ നിൽക്കുന്ന ഇല, ദേ നിൽക്കുന്ന ഇലയാണ് ഗൈസ്, ദേ ഗ്ലാസിൻ്റെ ഇല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചാടിക്കിടക്കാം. ഓക്കെ, എങ്ങനെ ചാടുക ഗൈസ്? ചാടട്ടെ. എങ്ങനെ ചാടുക? കൂടെ ഇന്നലെ ജിമ്മി പോയിൻ്റെ വേദന ചാടാൻ പറ്റുന്നില്ല. ചവിട്ടി മരിച്ചു ഈ കമ്പിമൊക്കെ ചവിട്ട്. അത് ഒരു കൂടി കമ്പി എങ്ങനെ ഇതൊക്കെ കൂടെ ഇളകി വീണാലോ? പറ്റും, യു ക്യാൻ. ചേച്ചിനെ കൊണ്ട് പറ്റും. ഞാൻ എടുത്തേമ്മ കരുവാ. ഞാൻ ആ കമ്പിമ ചവിട്ടിട്ട് യു ക്യാൻ, നിന്നെ കൊണ്ട് പറ്റും. മേളത്തേമ്മ ചവിട്ടി, രണ്ടാമത്തേമ്മ ചവിട്ടിങ്ങി ചവിട്ടിക്കോ. ചവിട്ട് അതോ അതോ നല്ല ഇല നോക്കി പറിച്ചാൽ മതി. കുറച്ച് ആയ ഇല നോക്കി പറിക്കണേ. ഞാൻ ആദ്യം ഇലയുടെ ഇതൊന്ന് കാണിക്കട്ടെ പൈസ. ഇതാണ് ഞങ്ങൾ പറയുന്നത് പ്ലാസിൻ്റെ ഇല എന്നാണ്. ഇതിലാണ് ഞങ്ങളുടെ അവിടെ അട ഉണ്ടാക്കാറുള്ളത്. പക്ഷെ അത്ഭുതമല്ലേ, നമ്മുടെ അവിടെ കാട്ടിലല്ലേ ശരിക്കും ഇല ഉള്ളത്. പക്ഷെ ഇവിടെ ഇതില്ലേ ഈ പറമ്പിൽ ഇല. എന്നാൽ നല്ല നോക്കി പറിക്കല്ലേ കേസ്, നല്ല നോക്കി പറിക്കാം. തൊട്ടിപ്പുറത്ത് തന്നെ ഇതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉപകാരമായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് ഞങ്ങൾ എപ്പോഴും പറിക്കുന്ന കാടുണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. കാര്യം അവിടെ ഉള്ളവരെല്ലാവരും പറിച്ചെടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ അവിടേക്ക് വിളിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളിനി എപ്പോൾ ഒന്ന് പറിക്കാനോ, ഇവിടെ ഒന്നുമില്ലയെന്ന് പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ. അതായത് 2-3 ദിവസം മുന്നേ തന്നെ ഈ ഇല പറിച്ച് എല്ലാവരും ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും ആ വിഷുവിൻ്റെ അന്ന് അട ചൂടാൻ വേണ്ടിയിട്ട്. അയ്യോ വെയിൽ കണ്ണു പിടിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം ഞങ്ങളിതാ ഇലയൊക്കെ പൊട്ടിച്ച് അവിടെ വെച്ചു. ഞാനും ഷാക്കിറും കൂടെ ഞാനും ഷാക്കിയും കൂടെ പോവാണ് മറ്റേ എവിടേക്കാ പോകണം, ചെർപ്പളശ്ശേരിക്ക്. ഞങ്ങൾക്ക് ഇന്ന് നാളെ വിഷയമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം അല്ലേ. അപ്പം കൊന്നപ്പൂവും അതുപോലെ തന്നെ വെജിറ്റബിൾസ് കുറച്ച് ഫ്രൂട്ട്സ് എല്ലായിടത്തും കാണുമായിരിക്കും. ഇന്നിപ്പോൾ ഈ ദിവസം ആയതുകൊണ്ട് വിൽക്കാൻ വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോണത്. താട്ടൻ്റെ മനുഷ്യത്തും കൂടെ വീട്ടിലൊരു വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിലാണ്. പിന്നുള്ളത് ഏടത്തിയമ്മയാണ്. ഏടത്തിയമ്മയ്ക്ക് എന്താ പറയുക വേറെ ചെറിയ ഡ്യൂട്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് വിട്ടേക്കാണ്. കാരണം വെച്ചാൽ ഞാനും ഏടത്തിയമ്മയും കൂടെ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് 8 മണിക്കായാലും ഞങ്ങൾ എവിടുന്ന് വരില്ല. പോകാൻ പറ്റില്ല. കുഞ്ഞോളും പൊന്നൂസും ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ മിനിമം ഒരു തോർത്തെടുക്കണമെങ്കിൽ 1 മണിക്കൂറാണ്. അപ്പോൾ അത് ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ടൗണിലേക്ക് വിട്ടില്ല. കാര്യം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ രാത്രി ആട ഉണ്ടാക്കലൊന്നും ഉണ്ടാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ വിട്ടില്ല. അപ്പോൾ അത് കാരണം എടുത്തേമ്മ അവിടെ നമ്മൾ നേരെ പോവാണ്. നമ്മൾ ടൗണിലെത്താൻ നേരെ നമുക്ക് കുരുക്കൽസിൽ കയറാം. കുരുക്കൽസിൽ കയറിയിട്ട് കണി വെക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, 1-2-3 ഐറ്റംസ് ഉണ്ട്. അത് നമുക്ക് കടയിൽ കയറിയിട്ട് അത് മേടിക്കാം അല്ലേടാ. യാ ഓക്കെ, ഇന്ന് എല്ലാ ചിലവും ഷാക്കിയുടെ വകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുരുക്കൽസിൽ ഇരട്ടി ഞാൻ ഇതുപോലത്തെ ഒരു 5 പാത്രം എടുത്തു. അതായത് നമുക്ക് ഇങ്ങനെ ധാന്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4-5 പാത്രങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്തു ഗൈസ്. അപ്പോൾ നമുക്ക് വിഷുവിന് വെക്കാനുള്ള നമ്മുടെ കണിക്കൊന്ന കിട്ടി. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ട് കണ്ണന് ചേർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായി. ഇനി അടക്കാൻ പറ്റില്ല സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഈ സമയത്തൊക്കെ ആദ്യം പണ്ട് ഞാനൊരു നാട്ടിനൊക്കെ മരം കയറിയൊക്കെ പറിച്ചോണ്ടിരുന്നതാണ്. ഇന്നത്തെ മരം കയറി പറിക്കാനും ഇല്ല അല്ലേ. ഞാൻ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഞാനും എടുത്തേക്കും കൂടെ പറിച്ചാനോ. എന്താ ഇവനൊക്കെ 10-45-50 നമ്മൾക്ക് അത് കിട്ടി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പൊന്നൂസ് വിളിച്ചോട്ട് അവിടെ കട്ടായി. നമുക്ക് ഇനി നേരെ അലോറയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു കൃഷ്ണന്റെ വിഗ്രഹം എടുക്കാം. പിന്നെ അതുപോലെ വെറ്റില കണ്ണാടിയൊക്കെ അവിടെ നിന്ന് മേടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അജ്മലിൻ്റെ കടയിൽ നിന്ന് കൃഷ്ണ വിഗ്രഹവും തന്നെ പൈസ വെച്ച് കൊടുക്കാനുള്ള 2-3 സാധനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് അതായത് നമുക്ക് ഇവിടെ തന്നെ എടുക്കാനുണ്ട്. അത് നമുക്ക് എടുക്കാം.
അതൊക്കെ ചെറിയ മുട്ടായി പൈസ ഉള്ളൂ. അതെ മുട്ടായി പൈസ ഉള്ളൂ. ഇതൊക്കെ അജ്മലി അമ്മക്ക് മാത്രമായിട്ട്. അതെ പക്ഷെ മഞ്ചിന്റെ വില തന്നെ ഉള്ളൂ. നമ്മക്ക് അങ്ങനെ മഞ്ച് അന്ന് കൊടുക്ക് കൊട്ടെടുക്ക് കൊടുക്കാം. കദളിപ്പഴം വേണ്ടേ? കദളിപ്പഴം അതെന്തിനാ ഉപയോഗമില്ലല്ലോ. എടിയില്ല, അത് കാറിന് മുമ്പിൽ തൂക്കുന്നതാണ്. സാധനമായി ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോകണം. ഭയങ്കര സൗണ്ടാണ്. എന്താ വിളിച്ചതാ? ആ മനസ്സിലായി. വഴിയിൽ വെച്ച് ഞങ്ങൾക്ക് അനസിനെ കിട്ടി. അപ്പോൾ ഞങ്ങൾ അനസിനെ കൂട്ടിയിട്ടാണ് മീൻ വാങ്ങാൻ പോയി. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് അടയൊക്കെ വെട്ടിച്ചു. നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അടയ്ക്കുള്ള ഇല ഒട്ടിച്ചു. നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എടുത്തുമ്പോൾ സമയം കൂടെ ഇവിടെ എന്താ പറയുക അടയ്ക്കുള്ള അതൊക്കെ കുറച്ച് അടയൊക്കെ ഇതാ കുറേ അതിലാക്കിയിട്ടുണ്ട്. ഇതാ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടയ്ക്കുള്ള എന്താണ് മാവുത ഇതിലിതാ ഇതുപോലെ പരത്തി എടുക്കണം. ഞാനതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരത്തി എടുക്കാം. അല്ലേ എടുത്തുമ്പോൾ കുറച്ച് മധുരം ഇടണം. ഡയറ്റായിരിക്കും എഴുത്തുമ്മയ്ക്ക്. ഞാൻ പുറത്തോട്ട് വെള്ളം കുടിച്ചപ്പോൾ ഷാക്കറുണ്ടാക്കിയത്. നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്നവർക്ക് ഡയറ്റ് ഒന്നുമില്ല. എന്നാലും ആകെ ഒരു ദിവസം ജിമ്മിൽ പോയിട്ടേ ഉള്ളൂ. അതെ മറ്റന്നാട്ട് ഡയറ്റ് ഞങ്ങൾക്ക്. അപ്പോൾ എഴുത്തുമ്പോൾ തേങ്ങ ചെരുവാണ്. അതാണ് തിരിഞ്ഞിക്കുന്നത്. അപ്പം നമുക്കിത് പരത്താം. ഇങ്ങനെയാണ് പരത്തി എടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? എന്താണ് അവിടെ എന്താ പൊട്ടാത്ത? എല്ലാരും മേലേക്ക് നോക്കിക്കോ. അയ്യോ ചീറ്റി ഇല്ല, ചീറ്റിട്ടില്ല. ആ അതാ അമ്പോ അടിപൊളി. അപ്പോൾ നമ്മുടെ അടപ്പരിപാടിയും അടിക്കലും തുടക്കലും പരിപാടീസും ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞു. ഫ്രീ ആയി. പടക്കമൊക്കെ പൊട്ടിച്ചു. കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി കണിയൊരുക്കലാണ്. കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷമാണ് ഞങ്ങൾ കണിയൊരുക്കണത്. കുളിച്ചിട്ട് ചെറിയാണ് ഒരുക്കണത്. ഈ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഫോൺ ട്രൈപോഡിലൊക്കെ വെച്ചിട്ടുള്ളത്. അയ്യോ പൊന്നൂസ് ഒന്നും ഇനി ഷെയർ ചെയ്യുന്നില്ല. എന്തിമ വരട്ടെ. എടുമ്പോ ഫൗണ്ടേഷനൊക്കെ ഇടേണ്ടി നേരത്തെ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടെ ടേബിളിൻ്റെ പുറത്ത് എടുത്ത് വെച്ചേക്കാണ്. നമ്മൾ എല്ലാ കൊല്ലം റൂമിലാണ് ഒരുക്കാറില്ലേ? എല്ലാ കൊല്ലം നമ്മൾ റൂമിലാണ്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പക്ഷെ അമ്പുടുവിന്റെ പ്രസവ സമയത്ത് ഉണ്ടായിരുന്ന ആ വിഷുവിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അല്ലേ? ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നില്ലേ? ആ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം മാത്രമേ ഞാൻ വിഷുവിനൂടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതുവരെ ഇവിടുത്തെ വിഷുവിന് ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോഴാണ് എത്ര 3-4 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വിഷുവിന് ഞാൻ വീട്ടിലുണ്ടാവുന്നത്. ഇത്ര ലോങ് ആയതുകൊണ്ടാണ്. കുറച്ചൊക്കെ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് നമുക്ക് വരികയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് പറ്റില്ല. എന്തായാലും ഇത്തരത്തെ വിഷുവിന് ഇവിടെ ഉണ്ടായി. അപ്പോൾ എന്തായാലും നമുക്കിന്നാ കണിയൊക്കെ ഒരുക്കാം അല്ലേ? ഇതൊക്കെ കഴിഞ്ഞല്ലേ? അപ്പോൾ നമുക്കിന്നാ ഒരുക്കിയാലോ? തുടങ്ങിയാലോ? അപ്പോൾ നമ്മളിതാ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ മുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നമ്മളവിടെ നിന്ന് വിരിച്ചിടുന്നുണ്ട്. അതിനുശേഷം നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു എന്തിലൊക്കെ വെക്കാമെന്ന് എൻ്റെ പ്ലാനിങ് ഒക്കെ വന്നു. അങ്ങനെ നമ്മൾ ചില പാത്രങ്ങളൊക്കെ മാറ്റാൻ തീരുമാനിച്ചു. ചില പാത്രങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അതാ നമ്മൾ കണ്ണനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തൊരു തളിക പോലെ, തളികയല്ല എന്താ ഉരുളി,
അങ്ങനെ ഒരു പാത്രം വെച്ചു. അവസാനം ഞങ്ങൾ കണിയെല്ലാം ഏറെക്കുറെ ഒരുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിടുവെല്ലാം വന്നത് ഇരുന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. പിള്ളേരെ അങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചൊന്നുമല്ലോ കേട്ടോ, അവിടെയും ഇവിടെയും തൊട്ടും പിടിച്ചൊന്നും. താട്ടനും കുട്ടികളെ എല്ലാവരും മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ഏതാ രസം എന്നൊക്കെ നോക്കിയിട്ട്. പിന്നെ ആ കണ്ണാടിയിൽ ഞങ്ങളെ കാണുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ വന്ന് നിന്ന് നോക്കുന്നത് കേട്ടോ. കണ്ണാടി നമ്മളെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതല്ലേ. അപ്പം രസമല്ല ഇങ്ങനെ പറയില്ലേ, കണ്ണാടി കൂടെ നമ്മളെ തന്നെ കാണണമെന്നൊക്കെ. അപ്പോൾ അത് കാരണം അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ സെറ്റായി എന്നൊക്കെ നോക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ കണിയെല്ലാം എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം അറിയാവുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അയ്യോ നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഗൈസ്. അപ്പോൾ നേരെ ഇട്ടു കേട്ടോ. ഓക്കെ, ഇത് നാളെ രാവിലെ കിടുവിന് കറക്റ്റായിട്ട് കൊടുക്കണം. കിടുവിന് തട്ടണ്ടേ. അപ്പോൾ അതാ ഭംഗിയായില്ലേ, അടിപൊളിയായില്ലേ നമ്മൾ വെച്ചിട്ട് ചരിഞ്ഞു പോയോ. ഓക്കെ, അപ്പോൾ കണിയെല്ലാം ഒരുക്കി വെച്ച് നമ്മൾ കയറി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എഴുത്തുമ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് എഴുത്തുമ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുത്തുമ്പോൾ കുളിച്ച് വിളക്കൊക്കെ വെക്കണു. എല്ലാ പ്രാവശ്യം അമ്മ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് എല്ലാവരെയും വിളിക്കാറാണ് ഇത്ര പതിവ്. പക്ഷേ അമ്മയുടെ കാലുകൊണ്ട് വയ്യല്ലോ. സോ അതുകൊണ്ട് നമ്മുടെ എഴുത്തമ്മ രാവിലെ എണീറ്റ് കുളിച്ച് നമ്മളെ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകുന്നുണ്ട്. ഇനിയും കുറച്ച് സ്പീഡിലിട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലാഗായിരുന്നു, നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്പീഡിലിട്ടാണ്, ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ കുട്ടികളെയൊക്കെ എടുത്തുമ്പോൾ കൊണ്ടുവന്ന് തൊഴിപ്പിച്ചിട്ട് അതുപോലെ കൊണ്ട് കിടത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ കുട്ടികളെ ഒത്തിരി ഉണർത്തി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ എണീറ്റു, അവർ കൊണ്ടുവന്നു, കണി കാണിച്ചു, കൊണ്ട് കിടത്തി, അങ്ങനെയായിരുന്നു. പിന്നെ എടുത്ത് പോയിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അമ്മ വന്നു, തൊഴുതു. അമ്മ വരാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ടോ, നമ്മുടെ കാലുണ്ട് ചെയ്യാത്തുണ്ട്. പിന്നെ അമ്മ വന്നു, അമ്മയും തൊഴുതു പ്രാർത്ഥിച്ചു. അമ്മ പോയി. അതിനുശേഷം ഞാൻ വരുന്നുണ്ട്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ഉറക്കത്തിലല്ലായിരുന്നു കേട്ടോ. തൊഴുതു പ്രാർത്ഥിച്ചു, അമ്പുടനെയും കൊണ്ടുവന്നു, അമ്പുടനെയും കണി കാണിച്ചു. അതിനുശേഷം അമ്പുടനെ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തി. അപ്പോൾ നമ്മുടെ കണി ഇതാ ഇങ്ങനെയായിരുന്നു കേട്ടോ. വിളക്കൊക്കെ കത്തിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, പ്രത്യേക ഐശ്വര്യം ഉണ്ടായിരുന്നു. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മളിതാ രാവിലെ കണി എല്ലാവരും കണ്ട് കുളിച്ച് ഫ്രഷായി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്താ പറയുക, എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും വീട്ടിലെ വിഷു? അടിപൊളിയല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യുക. വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, കൈനീട്ടൊക്കെ എത്ര കിട്ടിയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പണ്ട് കൈനീട്ടം കിട്ടുന്നത് ഇങ്ങനെ ഓരോ രൂപ കൂടുമ്പോൾ അത് എണ്ണി വെക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം കൈനീട്ടം കിട്ടുന്നതായിരുന്നു കേട്ടോ, കുഞ്ഞായിരിക്കണ സമയത്തൊക്കെ. അതൊക്കെ രസമല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ ചായ കുടിക്കട്ടെ. കുട്ടികളൊന്നും എണീച്ചിട്ടില്ല, കുട്ടികളൊന്നും എണീക്കാത്തോണ്ടൊരു വൈബില്ല ഗൈസ്. ഹാപ്പി ഹോളി, ഹാപ്പി വിഷു. ഇനി ഉമ്മ കൊടുക്കാം അമ്മയ്ക്ക്. ഞാൻ പൈസ അമ്മയ്ക്ക് തന്നോളാം. കണ്ടാടാ ദുഷ്ടേ, കണ്ടാ പിടിച്ചത്, കൊണ്ടൊക്കെ വിറ്റത്. അതെന്ത് വാങ്ങിക്കാനാ? മുട്ടായിയും പിന്നെയോ ഐസ്ക്രീമാ? ഈടെ ചെക്ക സുന്ദി അമ്മാനെ തരുമോ അത്? അമ്മയുടെ ഉണ്ണിക്ക് എന്ത് വാങ്ങാനാ? ഓ, പിങ്കുഷ് കോമുട്ടായി. നമ്മുടെ ഉണ്ണിയുടെ കയ്യിൽ വെക്ക് കേട്ടാ അത്. ഓക്കെ, വെച്ചു. കൈ പിടിച്ചോ, നമ്മുടെ ഉണ്ണി. ഇതേ അമ്മി വരുന്നു. ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു പറ അമ്മടു. ഇനി ഉമ്മ കൊടുക്ക അമ്മയ്ക്ക്. കൈതാ, ഹാപ്പി വിഷു. ഇനി ഉമ്മതാ. ആ, അമ്മന്റെ ചുറ്റിന് വേണ്ടേ? ഹാപ്പി വിഷു. ഉമ്മ ഇല്ലേ? എങ്ങനെയുണ്ട്? ഹാപ്പി വിഷു. ഉമ്മ ഇല്ലേ?
ഞാൻ ഇവന് എന്താ പൈസ ഒരു ഉമ്മ കൊടുത്തു. അപ്പൊ ഓടിഞ്ഞോട് പറയണ അച്ഛൻ എനിക്കൊരു ഉമ്മ തന്നില്ലല്ലോ. അതാ ഉമ്മ കൊടുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ നമ്മുടെ ഹാപ്പി വിഷ് പറയണേ. ഉമ്മ കൊടുക്കും. എന്താ എനിക്ക് സങ്കടം വരുന്നുണ്ട്. എനിക്ക് കയ്യൊക്കെ വറക്കി ചോറുമ്പോ സത്യം സീരിയസ്ലി അറിയാലോ. ഒത്തിരി വർഷത്തിന് ശേഷമാണ് ഞാൻ ഞങ്ങളുടെ അടുത്ത് സദ്യ ഉണ്ടായത്. ഞാൻ കഴിഞ്ഞ ഓണത്തിന് വന്നില്ല. തിരുവോണമൊക്കെ കഴിഞ്ഞിട്ട് ഓരോ സമയത്ത് വന്നപ്പോൾ സദ്യ ഉണ്ടായിരുന്നു. അതിന്റെ മുന്നത്തെ കൊല്ലം ഞാൻ ഓണത്തിനൂടെ എത്തിയപ്പോഴത്തേനും ഇല്ലേ എല്ലാം ഫ്രിഡ്ജിലായിരുന്നു. അത് പിറ്റേ ദിവസം ചൂടാക്കി കഴിച്ചു. ഞാൻ ഇതുപോലെ ഫ്രഷ് ആയിട്ട് തിന്നുന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ്. നമ്മള് മറ്റേ ആമ്പടൂനെ പ്രഗ്നന്റ് സമയത്ത് വിഷുവിന് നമ്മള് ഓർഡർ ചെയ്തായിരുന്നു. ഇല്ലല്ലോ. ഇല്ല. ഞാൻ പ്രഗ്നന്റിന്റെ പ്രസവത്തിന്റെ ടൈം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ 7 മാസം കൂട്ടിക്കൊണ്ട് വന്നിട്ട് പക്ഷെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ 5 കൊല്ലം ഇങ്ങനെ അയച്ചു കാണൂല്ലേ ഇങ്ങനെ കഴിച്ചിട്ട്. വിഷമം വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ്. ഞാൻ തിന്നിട്ടൊന്ന് പോയിട്ട് ഗൈസ് എങ്ങനെയുണ്ട്? ഇവിടെ നേരെ ഇരുന്ന് നമ്മുടെ ഉണ്ണി ഇരിക്കണോ നോക്കിയോ. കാല് മടക്കി ഇരുന്ന അമ്പടും നേരെ ഇരുന്നേ. ആ കഴിച്ചേ.